വിഭാഗീയതയിൽ താളം തെറ്റി CPMന്റെ ഭവന പദ്ധതി. അടിത്തറയ്ക്ക് മുകളിലേക്ക് വീട് ഉയരാഞ്ഞതോടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ നിർധന കുടുംബം അന്തിയുറങ്ങുന്നത് ബന്ധുവീടുകളിൽ. 6 വർഷം മുൻപ് ജില്ലാ സെക്രട്ടറി R. നാസറാണ് വലിയ സമ്മേളനം നടത്തി വീടിന് തറക്കല്ലിട്ടത്. പാർട്ടി അവരേതോ വലിപ്പത്തിന് വേണ്ടി പാർട്ടി ഇങ്ങനെ കാണിച്ചതാണ്. പാർട്ടി ഇങ്ങനെ കാണിച്ചിട്ട് ഇന്ന് വരെ അവർക്കൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല. പാർട്ടി നല്ലതായിരുന്നു. ഈ വീട് 5-8 വർഷത്തിന് മുൻപ് ഫൗണ്ടേഷൻ കിട്ടിയിട്ട് കുഞ്ഞുങ്ങൾക്കൊരു വീട് ഷീറ്റെങ്കിലും മതിയായിരുന്നു. അങ്ങനെങ്കിലും കിട്ടിയില്ലല്ലോ. 6-7 വർഷം കൊണ്ട് ഇങ്ങനെ തന്നെ കിടക്കും. എൻ്റെ മക്കൾ അവിടെ ഇവിടെ അമ്മാവന്മാരുടെ വീട്ടിലൊക്കെ കയറി ഇറങ്ങിയാണ് അവരുടെ ജീവിതം. ഒരു കുഞ്ഞു പെങ്ങളുണ്ട് അവർക്ക്. അമ്മയും അച്ഛനും ഇല്ലല്ലോ. അപ്പം ആ കുഞ്ഞു പെങ്ങൾക്കും എല്ലാവർക്കും ഒരു ജീവിതത്തിന് വേണ്ടിയാണ്. അത് ഏത് വിധത്തിലെങ്കിലും നാട്ടുകാരുടെ പിരിവെടുത്താലും കുഴപ്പമില്ല, എൻ്റെ മക്കൾക്ക് വീട് കിട്ടണം. വീടെന്ന സ്വപ്നം ഇന്നും അന്യമായി ബന്ധുവീടുകളിൽ അഗതികളായി കഴിയാൻ വിധിക്കപ്പെട്ട സഹോദരങ്ങളോട് പാർട്ടി കാണിച്ച നെറിയേടിൽ നാട്ടുകാർക്കുള്ള പ്രതിഷേധമാണ് ശോഭ എന്ന വീട്ടമ്മയുടെ വാക്കുകളിൽ പ്രകടമാകുന്നത്. CPM സംസ്ഥാന കമ്മിറ്റി തീരുമാനപ്രകാരമാണ് ആലപ്പുഴ ജില്ലയിലെ പുറക്കാട് പഞ്ചായത്തിൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചത്. മാതാപിതാക്കൾ മരണപ്പെട്ട് പുറക്കാട് 12-ാം വാർഡിൽ പള്ളിച്ചിറ വീട്ടിൽ മനു, മിഥുൻ, മേഘ എന്നിവർക്കായി വീട് നിർമ്മിച്ചു നൽകാനാണ് CPM തോട്ടപ്പള്ളി ലോക്കൽ കമ്മിറ്റി തീരുമാനിച്ചത്. CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസർ തറക്കല്ലിട്ട വീടിന്റെ നിർമ്മാണം 6 വർഷത്തിനിപ്പുറവും പാതി വഴി പോലും ആയിട്ടില്ല. നിർമ്മാണം പൂർത്തീകരിച്ചു നൽകുമെന്ന് പറയുന്നതല്ലാതെ ഒരു നടപടിയും CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുമില്ല. ഇങ്ങനെ അവർക്കൊരു വീട് വെച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് പാർട്ടിക്കാർ വന്ന് ഞങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളും പാർട്ടിക്കാരാണ്. പാർട്ടിക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നു പാർട്ടിക്കാർ വെച്ച് തരാം, അത് ഇന്ന് ചെയ്തു തരാം, നാളെ ചെയ്തു തരാം, ഓരോരുത്തരും LC സെക്രട്ടറി മാറുന്നു, അത് മാറുന്നു, ഇത് മാറുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അവർ തരാമെന്ന് പറഞ്ഞു. നമ്മൾ അതും പ്രകാരം ഇത്തരത്തിൽ ഇത്രയും ചെയ്തിട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇതിനെ പറ്റിയ അനക്കോ ആവിയോ ഒല്ലാലും മറ്റു യാതൊരു കാര്യവും ഇല്ല. CPMനുള്ളിലെ വിഭാഗീയതയാണ് പാർട്ടി കുടുംബത്തോട് തന്നെയുള്ള ഈ ക്രൂരതയ്ക്ക് കാരണം. അമ്പലപ്പുഴയിലെ പാർട്ടി G. സുധാകരനിൽ നിന്നും H. സലാമിനും കൂട്ടർക്കും ഒപ്പമായതോടെയാണ് വീട് നിർമ്മാണം നിലച്ചത്. തോട്ടപ്പള്ളിയിലും CPMനുള്ളിൽ വിഭാഗീയത ശക്തമാണ്. വീട് നിർമ്മാണം CPM മറന്നതോടെ നാട്ടുകാർ പിരിവെടുത്തായാലും വീട് നിർമ്മിച്ചു നൽകുമെന്നും തങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യാമെന്നും പ്രദേശവാസികൾ പറയുന്നു. എൻ്റെ പേര് സ്മിത, ഞാൻ ഇവരുടെ അയൽക്കാരാണേ. ഇവർ കുഞ്ഞിലെ തൊട്ട് ഈ 3 മക്കൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാണ്. റിലേറ്റീവ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവരൊക്കെ നോക്കുന്നതിനൊരു പരിധിയുണ്ട്. പഠിക്കാൻ നല്ല മിടുക്കരായ പിള്ളേരായിരുന്നു. അമ്മയും അച്ഛനും പോയി. ഈ ഒരു പെൺകുഞ്ഞാണ് കല്യാണം കഴിച്ച് വിട്ടു. പക്ഷേ ഈ പിള്ളേർക്ക് ചെന്ന് കിടക്കാൻ ഒരിടം വേണമല്ലോ. അതുകൊണ്ട് എല്ലാവരും സഹായിച്ച് അവരെ നല്ലൊരു ഭവനം ഒരുക്കി കൊടുക്കണമെന്ന് ഞങ്ങളുടെ ഈ പരിസരവാസികളുടെ അഭ്യർത്ഥനയാണ്. തീർച്ചയായിട്ടും ഉണ്ടാവും. കുട്ടിക്കാലത്ത് തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഈ സഹോദരങ്ങൾക്ക് സുമനസ്സുകളോ സന്നദ്ധ സംഘടനകളോ വീട് നിർമ്മിച്ചു നൽകുമെന്ന പ്രതീക്ഷ മാത്രമാണ് ഇനിയുള്ളത്. ക്യാമറാമാൻ മനോജ് വട്ടിയൂർക്കാവിനൊപ്പം സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.